എന്റെ പേര് വിഷ്ണു പി എ. ഞാൻ റിലാക്സ് ഹോസ്റ്റൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ്. അതോടൊപ്പം നമ്മുടെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം എന്നുള്ള ഒരു മഹാസാമ്രാജ്യം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എന്താണെന്നെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും. അപ്പൊ അതിന്റെ ഫൗണ്ടറും കൂടിയാണ്. പിന്നെ ഞാൻ ഫാർമറാണ്. എന്റെ പ്രൊഫഷൻ ഫാമിംഗ് ആണ്, കൃഷിക്കാരനാണ് ഞാൻ. പക്ഷെ ഞാൻ പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയർ ആണ്. വെർത്ത്ലെസ് ഡിസ്റ്റൻസും കാര്യങ്ങളുണ്ട്, പക്ഷെ വെർത്ത്ലെസ് ആണ്. ഓക്കെ, ഒരു അടിമപ്പണി, റോബോട്ടിക് പണി ചെയ്ത് നടക്കുന്നു, ശരീരമെല്ലാം നശിക്കും. അപ്പൊ അതെല്ലാം ഞാൻ ഫാമിങ്ങിലേക്ക് ഇറങ്ങി. ഓക്കെ, വർഷങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്, പക്ഷെ എന്റെ പ്രൊഫഷൻ ഇപ്പോൾ ഫാമിംഗ് ആണ്. പിന്നെ ഞാൻ യോഗിയാണ്. ഓക്കെ, യോഗ മാസ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ ഒരു 5-8 വർഷം ഞങ്ങൾക്ക് ജിം എല്ലാം കാര്യങ്ങളുണ്ട്. 5-8 വർഷമായിട്ട് ജിം ട്രെയിനർ ആണ്. പിന്നെ ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ എല്ലാം ഞങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്റെ ഒരു ഐഡന്റിറ്റി. പക്ഷെ എനിക്ക് പുതിയൊരു ഐഡന്റിറ്റി ഈ ഒരു 5% അല്ല, അവര് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല അവര്. അപ്പൊ അവർ ആ ഒരു സമയമാകുമ്പോൾ എന്റെ അടുത്തേക്ക് വരും. 95% തമോ ഗുണം നിറഞ്ഞ ആൾക്കാർ, അതായത് ഒരു മൃഗജീവിതം ജീവിക്കുന്ന ആ ഒരു ബുദ്ധിഹീനരായ മനുഷ്യർ, സക്സസ് ആവാത്ത മനുഷ്യർ ജീവിതത്തിൽ. ഓക്കെ, അപ്പോ അവര് എനിക്കിട്ടൊരു പേരുണ്ട്, ഭ്രാന്തൻ. ഓക്കെ, ഭ്രാന്തൻ എന്നുള്ള പേരെല്ലാം എനിക്ക് വന്നു തുടങ്ങി. അതായത് 10 വർഷമായിട്ട് ഞാൻ നടക്കുന്നു, ഈ റിസർച്ചും കാര്യങ്ങളായിട്ട് നടക്കുന്നു, ആരും പോകാത്ത വഴികളിലൂടെ എല്ലാം ഞാൻ സഞ്ചരിക്കുന്നു. അങ്ങനെ തന്നെയാണ് എന്റെ 20 പ്രൊജക്ട് ഞാൻ പൊക്കിക്കൊണ്ട് വന്നത്. അപ്പൊ ഈ 20 പ്രൊജക്ടിന്റെ കോസ്റ്റിംഗ് എഴുതിയിരിക്കുന്ന ബുക്ക് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഈ കാഴ്ചക്കുന്ന പല പല ലക്ഷറീസ് ആയിട്ടുള്ള പ്ലാൻസ് ആണ്. അതായത് ക്യാൻസർ വെജി ഗാർഡൻ ആണെങ്കിലും, ക്യാൻസർ ഫ്രൂട്ടി ഗാർഡൻ ആണെങ്കിലും, ഈ പറയുന്ന മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് ആണെങ്കിലും, ഹോളിസ്റ്റിക് റീചാർജ് റൂം ആണെങ്കിലും, അങ്ങനെ 20 പ്രൊജക്ട് ഉണ്ട്. ഓക്കെ, 20 പ്രൊജക്റ്റിലും ഏറ്റവും ബേസിക് പ്ലാൻ 5 ലക്ഷത്തിൽ തുടങ്ങും. അതിന്റെ ഏറ്റവും ടോപ്പ് 5 കോടി 10 കോടി ഇതിലേക്കൊക്കെ പോകും. ഓക്കെ, അതായത് ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ പറയുന്ന റിലയൻസ് ആണെങ്കിലും, ഈ പറയുന്ന ഇൻഫോസിസ് ആണെങ്കിലും, ഈ പറയുന്ന ഗൂഗിൾ ആണെങ്കിലും എല്ലാത്തിനും ഷട്ട് ഡൗണിന്റെ സമയമായി കഴിഞ്ഞു. ഇനി വേണ്ടത് ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ബേസിക് നീഡ്സ് കൊടുത്ത് 1955 കൺവേർട്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയി 2025 1955. അതായത് അതാണ് കൺസെപ്റ്റ്. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് തന്നെ മാജിക്കൽ റിലാക്സ് ഫോഴ്സ്. അതായത് ഒരു മാജിക് ആണ് ഞാൻ കാണിക്കാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു മെജീഷ്യനും കൂടിയാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഇതെല്ലാം ഞാൻ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു ബ്രാൻഡ് എന്നുള്ള പേര് വന്നതും കറക്റ്റ് തന്നെയാണ്. കാരണം ഈ പറയുന്ന ഇത്തരം ലക്ഷറീസ് ആയിട്ടുള്ള പ്ലാൻ വേണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന പ്രീമിയം കേറ്ററിൽപ്പെട്ടവർ കൊടുക്കുക. അതായത് ഈ പറയുന്ന റോൾസ് റോയ്സിലും, ഈ പറയുന്ന വലിയ വലിയ കോടീശ്വരന്മാർക്ക്, അല്ലെ 1000 കോടി 500 കോടി എല്ലാം സ്വന്തമാക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അവർക്ക് കൊടുക്കുന്നത് ബെറ്റർ ഹെൽത്ത് ആണ് അവർക്ക് വേണ്ടത്, ബെറ്റർ ടൈമാണ് അവർക്ക് വേണ്ടത്, ഒരു ബോഡിയാണ് അവർക്ക് വേണ്ടത്. സാധാരണ മനുഷ്യർക്ക് 95% ആൾക്കാർക്ക് വേണ്ടത് സാലറിയാണ്, പണമാണ്. പക്ഷേ ഹൈ ക്ലാസ്സിന് അങ്ങനെയല്ല. അപ്പൊ ഹൈ ക്ലാസിന്റെ ഒപ്പം നിൽക്കണം. ഞാൻ എന്ത് ചെയ്തു, എന്റെ ബിസിനസ് സമസ്ത പ്രപഞ്ചത്തിന് വേണ്ടി കൊടുത്തു. അതായത് ഒരു കുഞ്ഞു കൊച്ച്, അതായത് ഒരു കുടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞു കുച്ചിനും ഒരേ ശുദ്ധ ഭക്ഷണം കിട്ടണം, ശുദ്ധവായു കിട്ടണം, ശുദ്ധ വെള്ളം കിട്ടണം. ഓക്കെ, യുറാനിയുള്ള പാലെല്ലാമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കുടിക്കുന്നത്. അത് എല്ലാവർക്കും. ഓക്കെ, ഹൈ ക്ലാസ് മിഡിൽ ക്ലാസ് ഒന്നുമില്ല, എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും സമസ്ത പ്രപഞ്ചത്തിന് ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, അറിവ്, ഇതെല്ലാം ഞാൻ കൊടുക്കും. അപ്പൊ അത് തന്നെയാണ് എന്റെ ഒരു കർമ്മം. അതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണി അസുഖവും മാറ്റും. അപ്പൊ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു ഭ്രാന്തിന് മാത്രമേ സാധിക്കൂ. കാരണം നോർമൽ ആൾക്കാർ ഇത്ര ഉണ്ടായല്ലോ, അല്ലെ, 2025 എത്തി, ലോകത്തുള്ള എല്ലാ പട്ടിണി അസുഖമൊന്നും മാറിയില്ല. ഓക്കെ, വിഡ്ഢികളായ ആൾക്കാരെല്ലാം ഭരണം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു, ഞാൻ മാറ്റും. ഓക്കെ, ഭ്രാന്തൻ മാറ്റും.